മഹാനിശ്ചലതയുടെ ഓർമ്മകൾക്ക് 5 ആണ്ട് തികയുമ്പോൾ വിദേശരാജ്യ വിപണികളെ പ്രതിസന്ധിയിലാക്കിയ ഒരു ആഗോള പ്രതിഭാസത്തെക്കുറിച്ച വാർത്തകളായിരുന്നു മലയാളിക്ക് ആദ്യം കൊറോണ. വൈറസ് വ്യാപനത്തെ തുടർന്ന് പുറത്തിറങ്ങാനാകാതെ ഒറ്റപ്പെട്ടുപോയ പ്രവാസികളുടെ വാർത്തകളാണ് പിന്നീടെത്തിയത്. അപ്പോഴും മറ്റേതോ നാട്ടിലെ രോഗാണുഭീതിയെ നിർവികാരതയോടെ കേട്ടുകളയുകയായിരുന്നു കൊച്ചു കേരളത്തിൻ്റെ സുരക്ഷയിലിരുന്ന് മലയാളി. 2020 ജനുവരി 21 പുതിയ കൊറോണ വൈറസിനെതിരെ കേരള സർക്കാരിൻ്റെ ആദ്യ ജാഗ്രതാ നിർദ്ദേശം വന്നു. കൃത്യം 9-ാം നാൾ ജനുവരി 30 ഇന്ത്യയിലെ തന്നെ ആദ്യ കോവിഡ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. ചൈനയിലെ വുഹാനിൽ നിന്ന് കേരളത്തിലെത്തിയ തൃശൂർ സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിക്കായിരുന്നു ആദ്യ കോവിഡ് ബാധ. ഫെബ്രുവരി 2 ആയപ്പോഴേക്കും ഇന്ത്യയിലെ 2ാം കോവിഡ് വൈറസ് ബാധ ആലപ്പുഴയിൽ വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിക്ക്. പിറ്റേ ദിവസം കാഞ്ഞങ്ങാട്ട് 3ാമത്തെ കേസ്. മാർച്ച് 8 ഇറ്റലിയിൽ നിന്നെത്തിയവർ ഉൾപ്പെടെ 5 റാന്നി സ്വദേശികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം കൂടുതൽ ജാഗ്രതയിലേക്ക് മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ അടച്ചിട്ട മുറിയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മുറ്റത്തെ പൊതു ഇടത്തിലേക്കും പിന്നീട് ഓൺലൈനായി മാറിയത് രോഗപടർച്ചയുടെ തീവ്രതയുടെ സൂചകങ്ങളായി. മാർച്ച് 30 സംസ്ഥാനത്ത് ആദ്യ കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. അടച്ചുപൂട്ടലും പിടിച്ചുകെട്ടലുമെല്ലാമായി ജൂൺ ജൂലൈ വരെ കോവിഡ് ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. അക്ഷരാർത്ഥത്തിൽ കോവിഡിൻ്റെ സാമൂഹിക പടർച്ച. നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഒരാൾക്കെങ്കിലും കോവിഡ് വന്നിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സൗഹൃദങ്ങളെ ഇല്ല എന്ന പരാമർശത്തെ അർത്ഥവത്താകും വിധത്തിലായിരുന്നു കാര്യങ്ങൾ. കോവിഡിൽ നിന്ന് സാമൂഹിക അകലം പാലിച്ചവർ പിന്നീട് കോവിഡിനൊപ്പം ജീവിക്കാൻ ശീലിച്ചു. കോവിഡ് കാലത്ത് 2 തെരഞ്ഞെടുപ്പുകളെ മലയാളികൾ അഭിമുഖീകരിച്ചു. മഹാമാരിക്കൊപ്പം ഓണവും പെരുന്നാളും ക്രിസ്തുമസുമെല്ലാം ആഘോഷിച്ചു. അന്ന് ഭീതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതേക്കുറിച്ചുള്ള ഓർമ്മകളും നിയന്ത്രണങ്ങളും തമാശയായാണ്. മഹാമാരിയിൽ നിന്ന് മലയാളി അത്രത്തോളം മോചിതമായിരിക്കുന്നു. വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് വളർച്ച പ്രഖ്യാപിച്ച വൈദ്യ വ്യവസായ മേഖലയെ ഒന്നാകെ കോവിഡ് പ്രതിസന്ധിയിലാക്കി എന്നതാണ് മഹാമാരി സൃഷ്ടിച്ച പ്രധാന മാറ്റം. വ്യക്തി എന്നതിനപ്പുറം സമൂഹത്തിൻ്റെ ആകമാനമായ ആരോഗ്യമാണ് പൊതുജനാരോഗ്യം എന്ന ആശയത്തിലേക്ക് കോവിഡ് ആരോഗ്യമേഖലയെ കൊണ്ടെത്തിച്ചു. സാമൂഹിക വ്യാപനത്തിൻ്റെ കാലത്ത് വ്യക്തിക്ക് മാത്രം ഒന്നും ചെയ്യാനാവില്ലെന്നത് അനുഭവങ്ങളിലൂടെ ജനം തിരിച്ചറിഞ്ഞു. വ്യക്തിയിലേക്ക് ചുരുങ്ങുക എന്ന പുതിയ കാലത്തിൻ്റെ മനോഭാവത്തിനായിരുന്നു മഹാമാരി തിരുത്തായത്. ഒരാൾക്കും ഒറ്റയ്ക്ക് നേരിടാനാവാത്ത സ്ഥിതി. പണമുണ്ടെങ്കിൽ എന്ത് ആരോഗ്യ സേവനവും കിട്ടുമെന്ന ധാരണ അസ്ഥാനത്താണെന്ന് കോവിഡ് തെളിയിച്ചു. രോഗം വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല, സാമൂഹികമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കി. മഹാമാരിയുടെ പടർച്ച ചെറുക്കാൻ സമ്പന്നനും ദരിദ്രനുമടക്കം സമൂഹത്തിലെ ഓരോ കണ്ണിയും ഒത്തുചേർന്ന് പോരടിക്കേണ്ട നില വന്നു. മാസ്ക് ധരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാതിരിക്കാൻ വേണ്ടി കൂടിയായി. സാമൂഹിക കാലവും സാനിറ്റൈസറും വാക്സിനുമെല്ലാം ഈ സാമൂഹികതയുടെ സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ലോകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കോവിഡ് കേസുകൾ 77.7 കോടി. ആകെ മരണം 70.79 ലക്ഷം. ഇന്ത്യയിൽ 5.34 ലക്ഷം മരണങ്ങൾ സംഭവിച്ചപ്പോൾ കേരളത്തിൽ 68,197 മരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. COVID-19 കൊറോണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് നമ്മളെ എല്ലാവരെയും വീട്ടിലിരുത്തിയിട്ട് 5 വർഷം ഇന്നേക്ക് പൂർത്തിയാകുന്നു. 2020 മാർച്ച് മാസം 21 ഞായറാഴ്ചയായിരുന്നു അത്. നമ്മുടെ വേണ്ടപ്പെട്ടവർ ഉൾപ്പെടെ കോടിക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. കുട്ടികൾക്ക് മൊബൈൽ സ്ഥിരം ഉപയോഗിക്കുവാൻ അനുവാദം കിട്ടി. 10 പേരെ മാത്രം പങ്കെടുപ്പിച്ച് വിവാഹം നടത്തുവാൻ സാധിച്ചു. ഒരിക്കലും അടയ്ക്കാത്ത സ്ഥാപനം എന്ന പേര് പല പോലീസ് സ്റ്റേഷനും നഷ്ടപ്പെട്ടു. റേഷൻ അരി ഉപയോഗിക്കാനും ചക്ക കൊണ്ട് 100 കണക്കിന് ഭക്ഷണം ഉണ്ടാക്കുവാനും മലയാളി പഠിച്ചു. ലോകത്തിൽ ഒരു വിമാനം പോലും പറക്കാത്ത ദിവസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വസിക്കുമോ? ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രം ഉച്ചവരെ തുറന്നു എന്ന് ഓർക്കാൻ പറ്റുമോ? ആശുപത്രിയിൽ മാത്രം കണ്ടിട്ടുള്ള മാസ്കുകൾ പല നിറത്തിലും ആകൃതിയിലും സാധാരണക്കാർ പുറത്തു ധരിച്ചു നടന്നു. മാസങ്ങളോളം ഗൾഫിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞവർ നാട്ടിൽ വന്ന് വീടിൻ്റെ അറ്റത്ത് ക്വാറന്റൈനിൽ കഴിഞ്ഞ ദിനങ്ങൾ. രോഗികളെയും ക്വാറന്റൈൻ കഴിയുന്നവരെയും സഹായിക്കാൻ യുവാക്കൾ വളണ്ടിയർ സേവനം ചെയ്ത ദിനങ്ങൾ. കളിസ്ഥലങ്ങളും പറമ്പുകളും ഒഴിഞ്ഞുകിടന്ന മാസങ്ങൾ.
കുട്ടികൾ വീടിനുള്ളിൽ ക്ലാസ് മുറിയാക്കിയ ദിനങ്ങൾ, പറമ്പുകൾ പച്ചക്കറി കൃഷിയാലും ചെടികളാലും നിറഞ്ഞ ദിനങ്ങൾ, കാരണമില്ലാതെ റോഡിലിറങ്ങിയാൽ പോലീസ് അടിച്ചോടിച്ച ദിനങ്ങൾ, ടെസ്റ്റിൽ പോസിറ്റീവായവരെ പോലീസ് ഓടിച്ചു പിടിച്ച് ആംബുലൻസിൽ കൊണ്ടുപോയ കാലം, ഒരു പൗരൻ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള വൻ രാജ്യങ്ങളിൽ 10 ലക്ഷം പേരാണോ 20 ലക്ഷം പേരാണോ കോവിഡിലൂടെ മരണപ്പെട്ടത് എന്ന് ഇപ്പോഴും കണക്കില്ലാതെ വന്ന അവസ്ഥ. അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ. BC ബിഫോർ കൊറോണ എന്നും AC ആഫ്റ്റർ കൊറോണ എന്നും വേർതിരിക്കപ്പെട്ട ആ കാലഘട്ടത്തിന് ഈ വരികളുടെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി.